ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മെത്രാൻ സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന മെത്രാന്മാർ തന്നെ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കുറേ സത്യവിശ്വാസികൾ എറണാകുളം ബസിലിക്കയിൽ കുത്തിയിരിക്കുകയാണ്. അതേസമയം ഈ മെത്രാന്മാരെ തെറി വിളിക്കുകയും വിശ്വസിക്കാൻ കൊള്ളുകയില്ലെന്ന് പറയുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും സ്ഥിരമായി സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും ചെയ്യുന്ന അന്തിക്രിസ്തുമാരെ അധികാര കേന്ദ്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗംഭീരമായിട്ടുണ്ട്, അതിഗംഭീരം. ഇരിക്കാൻ പാടില്ലാത്തിടത്ത് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം ഇരുന്നാൽ ഇതിലപ്പുറവും നാം കാണേണ്ടി വരും. സഭയുടെ കുർബാനയെ പാടുള്ളൂ എന്നാവശ്യപ്പെട്ട് എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ ഇരിക്കുന്നവരെ ഇറക്കിവിടാൻ ഹൈക്കോടതി ഇടപെടണമെന്ന് ഒരു ദുർബലമായ നേതൃത്വം ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിലും വലിയ പരാജയം, ഇതിലും വലിയ തോൽവി ഈ നേതൃത്വത്തിന് ഉണ്ടാകാനുണ്ടോ? ഇതിനേക്കാൾ ദുർബലപ്പെടാനുണ്ടോ ഈ നേതൃത്വം? അവിടെ ഇരിക്കുന്നവർ 40 ആകട്ടെ, അവരുടെ മുമ്പിലാണ് നേതൃത്വത്തിൻ്റെ ഈ നാണം കെട്ട തോൽവി. ഇവരെ ഇറക്കിവിടാനേ ഹൈക്കോടതി ഇടപെടണമെന്ന്. എന്നാൽ സത്യവിശ്വാസികളെ ആശ്ചര്യപ്പെടുത്തുന്നത് അതല്ല. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വാദം കേൾക്കുന്നതിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. അല്ല, വിസ്മയിപ്പിക്കുകയല്ല, ഞെട്ടിക്കുകയാണ്, അമ്പരപ്പിക്കുകയാണ്. സത്യവിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ വക്കീലിനോട് ഹൈക്കോടതി ജഡ്ജി ചോദിച്ചു, വക്കീലെ താങ്കൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ, സാറേ, വേറെ ധാരാളം പണിയുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈശോയുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇത് കേട്ടോണ്ടിരുന്ന കോടതിയിലുള്ള സകലരും ചിരിച്ചു, ജഡ്ജി അടക്കം സകലരും ചിരിച്ചു. ചിരിച്ചെല്ലാം കഴിഞ്ഞപ്പം സ്ഥലകാലബോധം വന്ന ജഡ്ജി ഓർഡർ എന്നിട്ട് ജഡ്ജി വക്കീലിനോട് പറഞ്ഞു, ഈ നിങ്ങൾ പറയുന്ന ഈ ഈശോ ആ കത്തീഡ്രൽ പള്ളിയിലോ ബസിലിക്ക പള്ളിയിലോ അതിൻ്റെ പരിസരത്തോ ഉണ്ടെന്ന് ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല. അപ്പോൾ സഭയ്ക്ക് വേണ്ടി ഹാജരായ വക്കീൽ, അത് ശരിയാണ് സാറേ, ഞങ്ങളുടെ ഈശോയെ ഞങ്ങളുടെ മെത്രാന്മാർ പള്ളി നാട്ടിയിറക്കിയിട്ട് നാളുകളേറെയായി. ആ ഈശോയെ, ഞങ്ങളുടെ ചങ്കായ ഈശോയെ തിരിച്ച് കത്തീഡ്രൽ ബസിലിക്കയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ കുറച്ച് പേര് നടത്തുന്നത്. ഞാൻ ആവർത്തിക്കുക, ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നടന്നൊരു രംഗമാണ്, അതിൻ്റെ ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. മലയാളം അറിയാവുന്നവർ ആരെങ്കിലും സഭയുടെ തലപ്പത്തുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കണേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.